ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിതാ 2 ദിവസം മുൻപേ നാട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കണ്ണൂർ എല്ലാ ക്ഷേത്രങ്ങളിലും തെയ്യങ്ങൾ തുടങ്ങിയില്ലേ. അപ്പം തെയ്യക്കാലം ആകുമ്പോൾ എല്ലാ വർഷവും വരണ്ടാന്ന് കരുതും. എന്നാലും ഈ ഫെബ്രുവരി മാസമാകുമ്പോൾ നാട്ടിലേക്ക് വരണമെന്ന് തോന്നും. അങ്ങനെ ഇതാ ഇന്നലെ ഞങ്ങളിവിടെ എത്തി. പാപ്പിനിശ്ശേരി പുതിയ കാവിൽ തെയ്യമാണ് ഇന്ന്. അപ്പോൾ ഞാൻ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തെയ്യക്കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കും. സന്ധ്യയ്ക്കിതാ ഗുളികൻ്റെ വെള്ളാട്ടം കഴിഞ്ഞു. അത് കണ്ടതിന് ശേഷം നമ്മളിതാ നേരെ പൊടിക്കളമുണ്ട് പാപ്പിനിശ്ശേരി ഹാജി റോഡിലുള്ള. അവിടെ നിന്നാണ് തെക്ക് ഭാഗം അടിയറ ആഘോഷ കമ്മിറ്റിയുടെ കാഴ്ചവരവ് കാവിലേക്ക് പോകുന്നത്. അപ്പം അവിടെ പണ്ട് കുട്ടിക്കാലത്ത് ഞാനൊക്കെ ഇവിടെ നിന്ന് കുറേ താലപ്പൊലിയൊക്കെ എടുത്തതാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ വന്നു. അതെ, അപ്പോൾ അവിടെ കാഴ്ചയുടെ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി. കുട്ടികളും വലിയവരൊക്കെ റെഡി ആവുന്നുണ്ട്. പണ്ടൊന്നും ലേഡീസൊന്നും ഇങ്ങനെ കുടയൊന്നും എടുക്കില്ല. നമ്മൾ കുഞ്ഞുങ്ങൾ താലപ്പൊലി മാത്രം എടുക്കുക. ഇതാ ഇവരൊക്കെ എൻ്റെ പഴയ കാലത്ത് കണ്ടിട്ടുള്ളതാണ്. പണ്ട് കുറേ കാലം ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യുന്നതല്ലേ. കുഞ്ഞുങ്ങളൊക്കെ ഒരുങ്ങുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഞാൻ ഇതുപോലെയൊക്കെ പണ്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, താലപ്പൊലി എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടമുണ്ട്, ഭയങ്കര സന്തോഷവും തോന്നുന്നുണ്ട്. ഇതായത് വിലാസിനി ചേച്ചി, ഇവരെയൊക്കെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. ഇവരുടെ ഹസ്ബൻഡ് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. അച്ഛനൊക്കെ ഇതിൻ്റെ ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ഇതെൻ്റെ നാത്തൂനുണ്ട്, അവൾ ഇപ്രാവശ്യം കുടയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ തിരക്കിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ഒരു 8 മണിയാകുമ്പോഴേ കാഴ്ച ഇവിടെ നിന്ന് എടുത്ത് കാവിലേക്ക് പതുക്കെയാണ് പോവുള്ളൂ. ഒരു 12 മണിയാകുമ്പോഴേക്ക് കാവിലെത്തും. ക്ഷേത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഇതാ കുട്ടികളൊക്കെ റെഡിയായി. അങ്ങനെ എല്ലാം റെഡിയായിട്ടിരിക്കുവാണ് ഇവിടെ. ഇപ്പോൾ ഇവിടുന്ന് കാഴ്ച എടുക്കാൻ തുടങ്ങി. കാലങ്ങൾക്ക് ശേഷമാണ് ശോഭേച്ചിയെ ഇവരെയൊക്കെ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം പഴയ എൻ്റെ കുട്ടിക്കാലത്തേക്കൊക്കെ തിരിച്ചു പോയ പോലെ തോന്നി. ഇതേ കാഴ്ചയൊക്കെ കാണുമ്പോഴേ സത്യം അച്ഛനെയും അമ്മയെല്ലാം ഓർമ്മ വന്നു. ശരിക്കും അച്ഛനൊക്കെ ഇതിൻ്റെ കൂടെ എത്രയോ നാളുകൾ ഇതിനു വേണ്ടി പരിശ്രമിക്കും. ഈ തെയ്യം കുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കാഴ്ച അടിയറ ആഘോഷത്തിൻ്റെയൊക്കെ തിരക്കായിരിക്കും അച്ഛനൊക്കെ. ഇതേപോലെ ഈ നടുക്കാണ് ഞാൻ നിൽക്കുക. ഈ മോള് നിന്ന പോലെ താലമൊക്കെ എടുത്തിട്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഇതാ ഇവിടുന്ന് എല്ലാം റെഡിയായി ഇതാ ഇവരെടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾ കാണൂ. അതുപോലെ തന്നെ കുറച്ച് തെയ്യങ്ങളൊക്കെ കണ്ട് രാവിലെയാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നത്. ഒരു വകയുള്ള തെയ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തെയ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.